ഉപ്പും മുളകും co-powered by Q Developers and 24news.com. ശിവ, കേശു, ലച്ചു, വാ ചായ കുടിക്കാം. അമ്മ രാവിലെ ചായ ഉണ്ടാക്കിയ? നീ പല്ല് തേച്ചാ? പല്ല് തേച്ചില്ല, തേക്കണം. ഇവിടെ പല്ല് തേക്കാണ്ട് ചായ കുടിക്കാൻ പാടില്ല. അതൊക്കെ കീവയൊക്കെ അല്ലേ അമ്മേ, അത് നിർബന്ധമൊന്നുമില്ലല്ലോ. വാച കുടിക്കണ്ട വേണമെങ്കിൽ എടുത്ത് കുടിക്കും. ഓ വരണ വരവ് വേണ്ട, ഉറക്കം പോലും മാറിയില്ല അവളുടെ. ഇങ്ങോട്ട് പോണു. എടീ ലച്ചു, ആ എണീറ്റിട്ട് അവൾക്ക് പുറത്തേക്ക് വരാൻ പറ്റണില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. ആ മുടി ഇങ്ങനെ വാരി വലിച്ചിട്ടാണ്ട് കെട്ടി വെക്കോ വെച്ചത്. ശിവ, വാ കഴിയിട്ട് പോയി ചായ കുടിക്കോച്ചേ. അമ്മ, അച്ഛൻ രാവിലെ എങ്ങോട്ട് പോയതാ? അച്ഛൻ ഇന്നലെ വൈകിട്ട് അമ്പലത്തിൽ പോയില്ലായിരുന്നാ? അമ്പലത്തിൽ പോയപ്പോ അവിടെ എന്തോ മീറ്റിംഗ് നടന്നെന്ന്. ആ സ്പീറ്റിൽ രാവിലെ എണീറ്റ് വീണ്ടും പോയിട്ടുണ്ട് അമ്പലത്തിലേക്ക് തന്നെ. എന്തായാലും ഈ പ്രാവശ്യം ഞങ്ങൾ ശബരിമലയ്ക്ക് പോകും. ആ കഴിഞ്ഞ പ്രാവശ്യം പോണെന്ന് പറഞ്ഞിട്ട് പോയില്ലല്ലോ. അപ്പൊ അത് കഴിഞ്ഞ പ്രാവശ്യം. ഈ പ്രാവശ്യം എന്തായാലും ചിങ്ങം ഒന്ന് അല്ലെ, വൃശ്ചികമാണോ ചിങ്ങം? അത് തന്നെ, വൃശ്ചികം ഒന്നിന് പോയി മാലയിടും. വൃശ്ചികം ഒന്നിനാ? അപ്പൊ 40 ദിവസത്തെ വ്രതമൊന്നും ഇല്ലേ? അതിപ്പോ എരിമേലി പോയി. ഒരു വിളക്കുണ്ടായിരുന്നില്ല. എന്ത് വിളക്ക്? മകരവിളക്ക് തൊയും എന്നാണ് അച്ഛൻ പറഞ്ഞത്. അതെ, പോകുന്നതൊക്കെ കൊള്ളാം. അതിന്റെ പേരിൽ ഇവിടെ നോൺ വെജ് കഴിച്ചാതിരിക്കാൻ പറ്റില്ല. കേശു, നീ കൺട്രോൾ ചെയ്തേ പറ്റും. കളി വേറെ, കാര്യം വേറെ. വെള്ളം തിരിച്ചിട്ടുള്ള ഒരു പരിപാടി കേശുവിന്റെ എന്താ? കൈ വിളിച്ചാ? അത് കപ്പറിയാതെ മുട്ടിയതാ. സോറി. അറിയാതെ മുട്ടിച്ചത് കണ്ടപ്പോ തന്നെ തോന്നി. ഈ കൊച്ചിന്റെ ഒരു കാര്യം, ഒരു അബദ്ധം പറ്റിക്കാൻ അത് മനസ്സിൽ തന്നെ വെച്ചോണ്ടിരുന്നോ കേട്ടോ. ഇതൊന്നും നല്ല സ്വഭാവമല്ല ശിവ. ചായ കുടിക്ക്. ശിവ, നീ ശബരിമലയ്ക്ക് വരുന്നാ? ശബരിമലയ്ക്ക് എന്നാ പോണേ? നാളെ. നാളെ പോണോ? എടീ ചുമ്മാതെ, വൃശ്ചികം ഒന്നിന് പോയി മാല ഇടണം. നീ വരുന്നാ? നോക്കട്ടെ, ചെലപ്പോ ഞാനും വരും. അച്ഛനോട് ചോദിക്കാം വരുന്നുണ്ടെങ്കിൽ. ശരി. ഓഹോ, അച്ഛൻ രാവിലെ എന്നെ കൂട്ടാതെ അമ്പലത്തിൽ പോയല്ലേ? എടേ, ഞാൻ രാവിലെ നിർമ്മാലയം തൊഴാൻ പോയി. പക്ഷെ എണീറ്റപ്പം താമസിച്ചു പോയി. അപ്പൊ നിന്നെ വിളിച്ച് പിന്നെ കുളിപ്പിച്ച് എടുത്ത് നിക്കറൊക്കെ ഇടിപ്പിച്ച് പോകുമ്പോൾ താമസിക്കും അല്ലേ? നിങ്ങൾ കുളിച്ചാ? ഞാൻ കുളിച്ചില്ല. കുളിച്ചില്ല. അയ്യാ, നീ കുളിച്ചാടാ? ഞാൻ കുളിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. നിനക്ക് തൊട്ട് തരാം. നിനക്കും തോന്നിയല്ലേ കുളിക്കാൻ? ഭഗവാനെ, തിരിച്ചറിയാനുള്ള ബുദ്ധി കൊടുക്കണേ, ബുദ്ധിയും സിദ്ധിയും കൊടുക്കണേ, കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാനുള്ള ഒരു മനസ്സ് കൊടുക്കണേ, സാധാരണ ഒരു മനുഷ്യനായിട്ട് തിരിച്ചു തരണേ ഭഗവാനെ. ഒന്നുമില്ല, പുതിയൊരു മനുഷ്യനാക്കി എടുക്കണേ. ദേവി ദർശനം കഴിഞ്ഞ് എത്തിയാ? എന്ത് കളിയാക്കണ? നീ ഇതുപോലെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ കളിയാക്കി അതൊക്കെ സഹിക്കോടി? അല്ല, സാധാരണ നിങ്ങൾ എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടി മാത്രമേ അമ്പലത്തിൽ പോകാറുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാ. കാര്യം കാണാനാ? നീയാണ് പോണത് കാര്യം കാണാൻ വേണ്ടി? അവിടെ ചെന്ന് കമന്ന് നടന്ന് പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ അമ്മ ഭവാനിയമ്മരെ വിട്ടുവേനെ പോണേ, എൻ്റെ അച്ഛൻ്റെ കുട്ടമ്പിള്ളേരെ ചുമയ തുമ്മല അത് മാറണേ, പിന്നെ അനിയ ശ്രീകുട്ടന് സാലറി കൂടുതൽ കിട്ടണേ എന്നൊക്കെ നീ അല്ലേ പ്രാർത്ഥിക്കണേ? പിന്നെ ആണെങ്കിൽ ഓഫീസിൽ ഒരു കുഴപ്പവും വരരുതേ. ഇവിടെ എന്ത് കാണിച്ചാലും ഒരു കുഴപ്പം വരരുതേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കണേ അല്ലേ? എടി, ഞാൻ അങ്ങനല്ല, ഞാൻ ഈ ലോകത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കണേ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് പ്രാർത്ഥിക്കണേ. എന്റെ അച്ഛ അങ്ങനെ പറഞ്ഞു കൊടുക്ക്, അല്ലാതെ വഴക്ക് പറയല്ലേ. നമ്മൾ എപ്പോഴും അയ്യപ്പ സ്വാമിയുടെ അടുത്ത് വിളിച്ച് പറയാറില്ലേ, ദൈവമേ അറിവില്ലാത്ത പൈതങ്ങളെ രക്ഷിക്കണം ഭഗവാനേ എന്നല്ല നമ്മൾ വിളിച്ചു പറയാറ്. അതുപോലെ പറഞ്ഞു കൊടുക്ക്. ശിവ, നിർത്തിക്കോ, കുറച്ച് കൂടണ്ടേ? എന്റെ അമ്മ ഈ വിശ്വാസത്തിന് ഇങ്ങനെ വലിപ്പ് ചെറുപ്പുള്ള സാധനം ഇല്ല, അതില്ല. നവാസേ, കിട്ടിയാടാ? ഞാൻ അങ്ങോട്ട് വരാം. ശരി 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 ശരി, ഞാൻ ദീക്ഷ പോയിട്ട് വരാം. ശരി, വന്ന് കയറി പോവാണോ? ഞാൻ പോയിട്ട് ഇപ്പൊ വരാന്ന്. പറ്റുമെങ്കിൽ കുളി കുളിക്കടി, കണ്ണോടി. എന്തോ പുതിയ പദ്ധതി ഉണ്ടേ, അതാണ്. നമ്മ കുറച്ച് പൈസ കരുതി വെച്ചോ.
ആ അതല്ലേ എപ്പോഴും നടക്കാറുള്ളു. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. മനസ്സിലായി. അയ്യോ അച്ഛൻ പോയപ്പോ ശബരിമല പോണ കാര്യത്തിനെ പറ്റി പറയാൻ മറന്നുപോയി. എടി അതിലേക്ക് നീ എത്ര സമയം കിടന്നു നീ മാളി പോണേ? സോറി ശിവ അതല്ലേ പറഞ്ഞ സോറി ഇതെന്താ ഇഷ്ട വാട യേശു പോട്ടെ പോട്ടെ എന്റെ ചൂട് ദോശ കൊണ്ട് പോട്ടെ, എന്നാൽ രണ്ടു ദിവസം തിന്നാൻ പറ്റും. നിർത്തടാ മതി, പോ അപ്പുറത്തേക്ക്. കുറച്ച് വെണ്ണയോ നെയ്യോ ഒക്കെ ഒഴിച്ചിട്ട് ചുടണം, അല്ലാതെ ഇങ്ങനെ ചുട്ടാ പോരാ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ തുടങ്ങിയാ? തുടങ്ങിട്ടുള്ളൂ. ഞാനും കൂടെ ജോയിൻ ചെയ്യാം, എന്നാലേ അതൊക്കെ കിട്ടുള്ളൂ. അമ്മ ഒരു ദോശ എടുത്ത് കൊടുത്തേക്ക്. ഒരെണ്ണോ? എനിക്ക് 3 എണ്ണം വേണം. അപ്പൊ ഇപ്പൊ ഡയറ്റിംഗ് ഒന്നും ഇല്ല? വൈകിട്ടോട് വല്ലതും ചെന്നാലേ ഡയറ്റിംഗ് ഒക്കെ നടക്കും. അത് തന്നെ. അമ്മ 2 എണ്ണം ഉണങ്ങി പോട്ടെ. ചൂടട്ടെ. ആഹാ നല്ല തീറ്റയാണല്ലോ എല്ലാം കൂടി. കറക്റ്റ് സമയത്തിന് കയറിയൊന്ന് നന്നായി. അമ്മ ഞാൻ ഈ ദോശ മറിച്ചിട്ടോളാം. ദേ എല്ലാവരും ഇവിടെ കിടന്ന് വേളം വെക്കാൻ അപ്പുറത്തോട്ട് പോയേ, അവിടെ കൊണ്ടുതരാം. അങ്ങോട്ട് ചെല്ല്. എനിക്കൊന്നും പോയി, ഞാൻ ഇവിടെ നിന്ന് ഇരുന്ന് കഴിച്ചോളാം. അമ്മ എടുത്തങ്ങോട്ട്. എനിക്കല്ല വിശപ്പ്. അമ്മ എടുക്കട്ടെ. വേഗം ചുടു. വേർ ഇസ് ദ പ്ലേറ്റ് ആൻഡ് ദോശ എന്റെ എന്തേ അമ്മയോട് ചട്ടി കുമിച്ച് പൊളിപ്പിച്ച് എപ്പോന്നോ നോക്കുമ്പോ ചേച്ചി വിചാരിച്ചു ചേച്ചി രാവിലെ എന്നെ കപ്പ് കൊണ്ട് പൊളിച്ചില്ലേ, അപ്പൊ അതിന്റെ പ്രതികാരമാണ് ഞാൻ ചെയ്യണേന്ന്. പക്ഷെ സത്യമായിട്ട് ചേച്ചി ഞാൻ അങ്ങനെ ചെയ്താല അറിയാതെ മുട്ടിയതാ. അറിയാതെ മുട്ടിയത് അമ്മയോട് മനഃപൂർവ്വം പൊളിപ്പിച്ചാമേ. അല്ലേ ചേച്ചി? എന്താ ശബ്ദം കേൾക്കുവാ? ഗജിറ അല്ല ഗഞ്ചിറ. നിങ്ങളൊന്നും കാണാൻ വഴിയില്ല. പണ്ടേ ഇതില്ലാതെ ഒരു ഭജന നടക്കൂല. ഇതാണ് മെയിൻ സാധനം. ആ അച്ഛൻ ഭജന വയ്ക്കാൻ പോവാ? പിന്നെ നമ്മുടെ ദേവീക്ഷേത്രത്തിലെ വെള്ളിയാഴ്ച തോറും ഭജന പാടാതെ ഞാൻ ഏറ്റിട്ടുണ്ട്. പിന്നെ അതുമല്ല വൃശ്ചിക മാസത്തിൽ 1 തൊട്ട് 41 ദിവസങ്ങളിലും ഞാൻ ഭജന പാടും. ഞാനല്ല, നമ്മളെല്ലാരും. നമ്മളെല്ലാരും പാടും. അല്ല ഇപ്പൊ അമ്പലത്തിൽ ഭജന ഇല്ലാത്തതുകൊണ്ട് വ്യാഴാഴ്ച തോറും നമ്മളെല്ലാം കൂടെ ഇരുന്ന് ഇവിടെ ഭജന പാടും. അമ്മയായിരുന്ന സോറി സോറി. അമ്മയെ കയറി ഹെടിയുന്നു. അച്ഛാ 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 അത് കൊട്ടുന്നില്ലേ? അത് കൊട്ടുന്നില്ലേന്ന്? അത് കൊട്ടണില്ല, അച്ഛന് കുറച്ച് പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് കൊട്ടാം. അച്ഛാ നമ്മളപ്പോ എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യണോ? ഭജന പാടണോ? ഓ അച്ഛൻ അമ്പലത്തിൽ പറഞ്ഞല്ലോ, എല്ലാ വെള്ളിയാഴ്ചയും ഭജന പാടും. ഇന്നലെ കമ്മിറ്റിയിലാണ് അച്ഛൻ ഈ കാര്യം അവതരിപ്പിച്ചത്. ചുമ്മാ അല്ല ഇത് മാത്രം വെച്ചിട്ട് എങ്ങനെ ഭജന ചെയ്യാ? ഇത് മാത്രം വെച്ചിട്ട് എങ്ങനെ ഭജന ചെയ്യും? ഇത് മാത്രല്ലല്ലോ, ചിങ്കിങ് അല്ല, ഇതാണ് ചിങ്കി. ഇത് എവിടുന്ന്? ഇത് പണ്ട് വാടാ നവാസ് ഒപ്പിച്ചെന്നല്ല, അവന്റെ പരിചയത്തിൽ തന്നെ ഒരു അപ്പൂപ്പയുണ്ട്. പുള്ളി ഭയങ്കര ഭജന പാട്ടായിരുന്നു പണ്ട്. ഇത് പഴയ സാധനമാണ്, ഇപ്പൊ ഞാൻ വിളക്കി എടുത്തതാണ്. ഇതൊക്കെ പഴയ സാധനങ്ങളാണ്. നോക്കാൻ വേണ്ട, ഇതെങ്ങനെ ഒപ്പിച്ചെടുക്കാൻ വേണ്ടി ഞാൻ നോക്കിയാണ്, സ്വന്താക്കാൻ നോക്കണം. നമ്മുടെ ഭജനക്ക് ഒരു പേരുണ്ട്. പേരിടാലോ? ഏത് പേരിടണം? എന്തിടണം? എന്തിനാ? അച്ഛന്റെ കെയർ ഓഫ് ആയതുകൊണ്ടേ നമുക്ക് കൊളത്തറ ഭജന സംഘം ഒന്നും ഇടാം. ഏയ് അതൊരു സുഖമില്ല. ഞാൻ പറയാം, ശൂലംകുടി ഭജന സംഘം. അച്ഛൻ്റെ നാടല്ലേ, അല്ല വീട്ടും പേരല്ലേ? അല്ല മാറ്റി പിടിക്കാം. എന്നാ കൊളത്തറയിൽ ശൂലംകുടി ഭജന സംഘം. അത് കുറച്ച് നീണ്ടുപോയത്. അച്ഛാ ഞാൻ പറയട്ടെ, നമ്മുടെ അച്ഛന്റെ കൊളത്തറ വീടിന്റെ അടുത്ത് ഒരു അമ്പലം ഇല്ലേ? ആ അമ്പലത്തിന് ഭടമുഖത്ത് ദേവീക്ഷേത്രം. അതെ, ഭടമുഖത്ത് ദേവീക്ഷേത്രം. അപ്പോ ഭടമുഖത്ത് ഭജന സംഘം ഇടാം അല്ലേ? മുടിയഴിച്ചാടിവാ
മുല്ലപ്പൂ ചൂടിവാ മുക്കണ്ണൻ തിരുമകളെ ദേവി മുക്കണ്ണൻ തിരുമകളെ മുടിയടിച്ചാടിവാ മുല്ലപ്പൂ ചൂടിവാ മുക്കണ്ണൻ തിരുമകളെ ദേവി മുക്കണ്ണൻ തിരുമകളെ. അയ്യോ നല്ല സൂപ്പർ പാട്ടാട്ടോ. ഞാൻ കേട്ടുള്ളൂ ഇത് കേട്ടും. ഇത് കൊല്ലം സൈഡിലൊക്കെ ഭയങ്കര പേരാണ് ഈ ഭജനയ്ക്ക്. എടാ കേശു, നീ ഒരിക്കലും ഇത് പാടരുത് കേട്ടോ. ഒന്ന് പോയി ചേച്ചി അവിടുന്ന്. അച്ഛാ അച്ഛാ കണ്ടോ ഞാൻ പാടണ്ടെന്ന്. സത്യമല്ല പറഞ്ഞത്. ആടെ നീ ഒരു കാര്യം ചെയ്യ്, നീ കുറച്ച് കുടിക്കും. ഞാനോ? നീയും കുറച്ച് കുടിക്കും. അല്ല ഞാൻ ഇൻസ്ട്രുമെന്റ് കൊടുക്കണം. ആ ഞാൻ രണ്ടിലും വരുന്നോളാം. പക്ഷേ അമ്മ വരില്ല. അത് അമ്മ വന്നില്ലെങ്കിൽ ഞാൻ വരുത്തോടാ ചേ അമ്മേ. എനിക്ക് തോന്നുന്നില്ല. തൊക്കെ നിങ്ങൾ പോയി കുറച്ച് പണിയുണ്ട് പോ. ഒട്ടിക്ക് പോടും പോടേ. അച്ഛാ ഇന്ന് ഭജന പ്രാക്ടീസ് ചെയ്യുന്ന പറഞ്ഞോ. അച്ഛാ നാളെ വെള്ളിയാഴ്ച സമയം പോവും. വാ വാ ചേട്ടാ ചേട്ടാ ചേച്ചി തുടങ്ങാം. ആ, തുടങ്ങാം. ചേച്ചി ഓ വാ തുടങ്ങാം. വാടി വിഷു ചേട്ടാ അച്ഛൻ നിങ്ങൾ താഴ്ന്നു ഏ ഗണപതി സ്തുതി. ആദ്യം നമുക്ക് ഗണപതി സ്തുതി, അത് കഴിഞ്ഞ് 1-2 പാട്ട് പാടി മംഗളം പാടി അവസാനിപ്പിച്ച് എല്ലാം കൂടി ഒരു 22, 23, 24, 25 മിനിറ്റ് മതി. കുറച്ചുകൂടി എന്ത് എവിടെ പോയടാ കിടന്ന് കിടക്ക്? പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞാൽ എവിടെ പോയി? കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂർ ആക്കാം അല്ലേ? ഇതല്ല, ഇത് വേറെ. അച്ഛാ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗജന ഒരു മണിക്കൂർ ആക്കാം അല്ലേ? ഭജന ഭജന ആ സാധനം 1 മണിക്കൂർ ആക്കാം അല്ലേ? എന്തോ സംസാരിച്ച് എന്തോ അർത്ഥം മനസ്സിലാക്കി എന്തോ പറയും. എന്റെ സാധനം. ഗജാനനം ഭൂതഗണാധിസേവിതം കവിത്തജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. മുടിയഴിച്ചാടിവാ മുല്ലപ്പൂ ചൂടിവാ മുക്കണ്ണൻ തിരുമകനെ ദേവി മുക്കണ്ണൻ തിരുമകനെ മുടിയഴിച്ചാടിവാ മുല്ലപ്പൂ ചൂടിവാ മുക്കണ്ണൻ തിരുമകനെ ദേവി മുക്കണ്ണൻ തിരുമകനെ. ഇത് ഭജന എന്ത് കുഴപ്പം? ശല്യം. ഞാൻ അത്യാവശ്യം ഒരു മെയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അകത്തേ പോയി നോക്കടി. ശല്യം ഒന്നടാ. ഒന്നല്ലെങ്കിൽ അമ്മ ഒരു ഭക്തിയല്ലേ? അല്ലാതെ അവള് ഭജനയ്ക്കാണ് ശല്യം എന്ന് പറയാം. നീ അനുഭവിക്കും നോക്കിയോ. ഞാൻ എന്ത് പറഞ്ഞു? നീ പറഞ്ഞതാ ഇപ്പൊ ശല്യം. അതിനെന്താ കുഴപ്പം? അതിനെന്താ കുഴപ്പമെന്നാ? മര്യാദക്ക് നമ്മുടെ കൂടെ വന്നിരുന്ന പാട്, അവിടെ നടച്ചിരുന്ന പാടി അതിലെ സർവ്വദോഷങ്ങളും തീരും. ഞാനൊന്നുമില്ല, പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, കുറെ ജോലി. ചിലങ്ക കെട്ടി ഓടി ഓടി വാവാ അമരക്കണ്ണാടി ആടി വാവാ 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 ചിലങ്ക കെട്ടി ഓടി. ഇങ്ങനെ അവിടെ ചെന്ന് ഭജന പാടി കൊടുക്കും. കമ്മറ്റിക്കാരൻ ആടിച്ച് നിന്റെ ഷേപ്പ് മാറ്റും. അമ്മേ
എന്താ മേലെ തുടച്ചു വെക്കുന്നേ? ഇന്ന് ഭജനക്കോണ ദിവസമല്ലേടാ, അപ്പൊ വിളക്കൊക്കെ തുടച്ച് ഈ ഇതിന്റെ മുന്നിൽ വെക്കാന്ന് വിചാരിച്ച് ദേവിയുടെ ഫോട്ടോ അല്ലേ? അത് നല്ല കാര്യമായിട്ടാ അമ്മ. ഞങ്ങൾ ഭജനയ്ക്ക് പോയിട്ട് വരണ നേരം മുഴുവൻ അമ്മ ഈ വിളക്കിന്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കണം. ഒരിക്കലും വിളക്കിന്റെ തിരി അണയാൻ പാടില്ല, അതെപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ യുദ്ധത്തിന് പോവല്ലേ, ഇരുന്നോളാം ഞാൻ ഇവിടെ തന്നെ. പാഹി പാഹി ഹനുമന്ത പരിപാവന ചരിത ഹനുമന്ത. പാഹി പാഹി ഹനുമന്ത പരിപാവന ചരിത ഹനുമന്ത. പറ. പാഹി പാഹി ഹനുമന്ത പരിപാവന ചരിത ഹനുമന്ത. പൊട്ടി പൊട്ടി എടി, എനിക്ക് നോക്കി നടന്നു പേടി. ഇന്ന് ഭജന ദിവസമാണ്, നിന്നെ പറ്റിയല്ലോ ഭഗവാനെ ദുഷ്ടകുനം. ഞാനല്ലേ ഇവിടെ തട്ടിയിട്ട് തന്നെ കയ്യിന്ന്. ഇനി ആ കുറ്റം എന്റെ മേലെ വെച്ചോൾട്ടാ. എന്ത് കഷ്ടാ അമ്മ. ഇന്ന് രാവിലെ ഭജന പാടിയപ്പോ അമ്മ നിന്നിച്ചില്ലേ, അതുകൊണ്ട് വെച്ചതാ. നീ എന്നെ മേടിക്കോട്ടെ ലച്ചു. അവരെ കുറ്റം പറയണ്ട, അവര് പറഞ്ഞ കാര്യമുണ്ട്. ഇന്ന് ഭജന പാടിക്കൊണ്ടിരുന്നപ്പോ നീ പറഞ്ഞില്ലേ എന്തൊരു ശല്യമൊന്നും. അപ്പോഴേ ദേവ് നിന്റെ അത് കോപിച്ച്. അമ്മേ കളിക്കല്ലേ? ഇതെന്താ എല്ലാവരും എന്നെ പറഞ്ഞ് പേടിപ്പിക്കണേ? പറഞ്ഞ് പേടിപ്പിക്കണമെന്നില്ല, നിനക്ക് ദേവി കോപമുണ്ട്. മാറണമെങ്കിൽ കുറച്ച് കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ നീ പോ. എന്ത് കാര്യം? എന്ത് കാര്യം? കിട്ടും കിട്ടും, അത് ഞാൻ പിന്നെ പറഞ്ഞു തന്നോളാം. മേ ദേവി ചവിട്ടല്ലേ കാലേ കയറി. കിട്ടും കിട്ടും, ചില്ലിട്ട് സൂക്ഷിക്കണേ. ഉറപ്പായിട്ട് കിട്ടും. ഉറപ്പായിട്ട് കിട്ടും. സാറിക്കോട്ട് തള്ളി ഇടിക്കുന്നു. ദുഷ്ടവനം ദുഷ്ടവനം. പാടിയോടെ. പാഹി പാഹി ഹനുമന്ത പരിപാവന ചരിത ഹനുമന്ത. പാഹി പാഹി ഹനുമന്ത പരിപാവന ചരിത ഹനുമന്ത. ഉപ്പും മുളകും co-powered by Q Developers and 24news.com. മോനെ വിഷ്ണു, ചിങ്കി അമ്മേരെ കൈ കൊടു. നീ ദേവി ശോസ്ത്രം പാടിക്കൊണ്ട് മുമ്പ് അടക്കണം, നമ്മൾ പറയേ ഏറ്റുപാടിക്കൊണ്ട് നമ്മൾ അടക്കണം. ഞാൻ റോഡി കൂടിയാ. ദേവി അമ്മേ ഭഗവതി, ദേവി നിന്ദിക്കണടി, ദേവി നിന്ദിക്കണം നീ. അമ്മേ മനസ്സിൽ ദേവിയെ മാത്രം ധ്യാനിച്ച് പാട്ടുപാടി നടക്കുക, ചുറ്റിനുള്ളൊന്നും നോക്കണ്ട. പിടിക്ക്. നീ ദേവിയെ മാത്രം വിചാരിക്കുക, ദുഷിച്ച ചിന്തകളൊക്കെ പോട്ടെ, നല്ലതാവട്ടെ അല്ലേ? അമ്മേ ഭഗവതി പാടമാ. കാണുമാറാകണം കാണുമാറാകണം അമ്മേ നിൻ പാദം കാണുമാറാകണം. കാണുമാറാകണം കാണുമാറാകണം അമ്മേ നിൻ പാദം കാണുമാറാകണം. അമ്മതൻ കാരുണ്യം എപ്പോഴും എന്നുള്ളിൽ ആനന്ദം ചേർക്കുക നിൻ പാദത്തിൽ. അമ്മതൻ കാരുണ്യം എപ്പോഴും നിന്നുള്ളിൽ ആനന്ദം ചേർക്കുക നിൻ പാദത്തിൽ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ